ഹലോ ബച്ചോ, ഹായ്, നമസ്തേ, വെരി ഗുഡ് മോർണിംഗ്. സോ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദിയിൽ എങ്ങനെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഹിന്ദി എന്ന് ആലോചിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നാളെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആവാറായിട്ടുണ്ട് അല്ലേ. സോ ഓരോ ചാപ്റ്റേഴ്സിലും എങ്ങനെയൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ ഹിന്ദിയിൽ എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് നോക്കിയാലോ. ഹിന്ദിയിൽ മാർക്ക് സ്കോർ ചെയ്യാന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിലും കുറച്ച് നല്ല ഇത് എഴുതാനൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിലും ഹിന്ദിയിൽ നല്ല മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ഹിന്ദി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിലൂടെ ഹിന്ദിയിലെ മാർക്ക് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാം, ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാം നമുക്ക് നോക്കിയാലോ. വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡ് ദ ഓത്തർ ആൻഡ് ദ സമ്മറി ആണ്. സോ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിനൊരു ബ്രീഫ് ആയിട്ടൊരു സമ്മറി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ സാധിക്കും. സോ സമ്മറി എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആരാണ് എഴുതിയത് എന്ന് എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സമ്മറി പ്ലസ് ആരാണ് ഓതർ എന്നത്. സോ ട്രിക്ക് രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചു വെക്കാം. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, മേക്ക് പാരഗ്രാഫ്സ് ആണ്. ഓരോ കാര്യങ്ങളും എഴുതുമ്പോൾ, ഓരോ കാര്യങ്ങളും നിങ്ങൾ സമ്മറി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ പോലും പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്ക് തരാനും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും ടീച്ചർ നിങ്ങൾക്ക് മാർക്ക് തരാനും അത് വളരെ അനുയോജ്യകരമാകും. കാരണം ഓരോ പാരഗ്രാഫിലേക്ക് മാറുന്ന സമയത്തും അതിൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു രസമുണ്ട്, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. സോ അതുകൊണ്ട് ടീച്ചേഴ്സിനായാൽ പോലും വളരെ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ നല്ല നല്ല പോയിന്റ്സ് ഒക്കെ കാണുകയും ഓരോ പാരഗ്രാഫായിട്ട് കുത്തി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ ആ ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു കണ്ണിനൊരു സ്മൂത്ത്ഫുൾനെസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് ടീച്ചർ നല്ല രീതിയിൽ മാർക്ക് അവിടെ ഇട്ടുതരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം എഴുതുന്ന സമയത്ത് ഓരോ പാരഗ്രാഫ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അടുത്ത പാരഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ഒരു പാരഗ്രാഫ്, ഒരു 3 പാരഗ്രാഫിലൊക്കെ എഴുതാൻ ശ്രമിക്കുക മാക്സിമം, ആ ഒരു മാർക്കിനനുസരിച്ചിട്ട്. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അണ്ടർലൈൻ ദ ഗുഡ് പോയിന്റ്സ് വിത്ത് പെൻസിൽ എന്നാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു പോയിന്റാണ്, ഞാനായാലും ഹിന്ദിയിലും അതല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്യുന്നു, പെൻസിൽ വെച്ചിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യും. നിങ്ങൾക്ക് തോന്നുവാണ് ഇത് നല്ലൊരു ഷുവർ ഷോട്ട് ആൻസർ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ് ഇതിൽ നിന്നൊരു മാർക്ക് തരണം. പക്ഷെ നിങ്ങളത് വാരി വലിച്ചെഴുതുന്ന സമയത്ത് അത് ഉള്ളിലൊക്കെ ആണെങ്കിൽ ടീച്ചർ അത് കാണത്തില്ല. അപ്പോൾ അവിടെ മാർക്ക് മിസ്സാവാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തോന്നുവാണ് ഇതിൽ നല്ലൊരു പോയിന്റ് ഉണ്ട്, ഒരു ഗുഡ് പോയിന്റ് ആണ്, ഇതൊരു വാലിഡ് പോയിന്റ് ആണ്, ഇതിൽ ടീച്ചർ നല്ലൊരു മാർക്ക് തരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, താഴെ ഒരു അണ്ടർലൈൻ എന്ത് ചെയ്യണം, ഒരു പെൻസിൽ എടുക്കുക, നല്ലൊരു അണ്ടർലൈൻ അവിടെ ഇടുക. ഓരോന്നും നല്ല നല്ല ഗുഡ് പോയിന്റ്സ് നിങ്ങൾക്ക് തോന്നുന്നതിനൊക്കെ എന്ത് ചെയ്യണം, അവിടെ ഒരു അണ്ടർലൈൻ പെൻസിൽ വെച്ച് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അങ്ങനെയും സ്കോർ ചെയ്യാം. ക്ലിയർ അല്ലേ? 3 കാര്യങ്ങളും എന്തായാലും ഫോളോ ചെയ്യണം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എഡ്യൂപോർട്ടിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പഠിക്കാം. സോ എഡ്യൂപോർട്ടിന്റെ ബൂസ്റ്റർ ബാച്ച് അവൈലബിൾ ആണ്. സോ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് 10 സബ്ജക്ട്, നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് സബ്ജക്റ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സ് വൈസുള്ള സമ്മറി ഒക്കെ റെഡിയാണ്. ഓരോന്നിനും എങ്ങനെ കൊല്ലപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എഡ്യൂപോർട്ടിന്റെ ബൂസ്റ്റർ ബാച്ച്. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എഡ്യൂപോർട്ടിന്റെ ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. സോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എൻക്വയറി ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫോം ഫിൽ ചെയ്തിട്ടാൽ മാത്രം മതി. നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പഠിക്കാൻ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. तो बच्चों एजुपोर्ट बूस्टर बैच आपके लिए है, तो एक बार देख लेना. റെഡി. സോ അടുത്തായിട്ട് 4ാമത്തെ പോയിന്റ്, 3 പോയിന്റ് മനസ്സിലാക്കി നിങ്ങളോട് എനിക്ക് 4ാമത്തെ പോയിന്റ് പറയാനുള്ളത്, അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാറ്റ്. ഡയറി, ലെറ്റർ, സംവാദ്, കോൺവെർസേഷൻ ഒക്കെ വരുന്നില്ലേ, അതിന്റെ ഫോർമാറ്റ് ആണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ഹിന്ദിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് 4 മാർക്കിന് സ്കോർ ചെയ്യാൻ കൂടുതലും പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെയാണ് 4ാമത്തെ ഇതായിട്ട് പോസിബിലിറ്റി ആയിട്ട് ഞാൻ ഇട്ട് തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഹൈലി പ്രോബബിളി ആയിട്ട് ചോദിക്കുന്ന സാധ്യത. ഇതുപോലെ തന്നെ 10 ഡയറി എന്തായാലും നിങ്ങളുടെ ഹിന്ദി എക്സാം ആണെങ്കിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. സോ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റ് അല്ല മറിച്ച് ടെംപ്ലേറ്റ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അത് SLC ഹിന്ദിയിൽ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. കുറച്ച് നല്ല നല്ല ഡയറി എഴുതുമ്പോൾ എങ്ങനെയൊക്കെ തുടങ്ങി വെക്കാം, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ പോലും വായിക്കാതെ അങ്ങനെ തന്നെ എഴുതാൻ പറ്റിയ കുറച്ച് ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. റെഡി. ഫോർമാറ്റ് അല്ല മറിച്ച് ടെംപ്ലേറ്റ് എങ്ങനെ ഹിന്ദിയിൽ പഠിക്കാം എന്നൊരു വീഡിയോ ആണ്, ജസ്റ്റ് നോക്കിയാൽ മതി. സോ ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് പകുതിയോളം മാർക്ക് സ്കോർ ചെയ്യാം. സോ 10 ഡയറി ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറരുത്. ഫോർമാറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. റെഡി. സോ അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഞാൻ ശ്രദ്ധിച്ചില്ല, മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും എഴുതുന്നതിന് മുമ്പ് 3 തവണയെങ്കിലും, മിനിമം 3 തവണയെങ്കിലും നിങ്ങൾ വായിച്ച് നോക്കിയിരിക്കണം. സോ ഓരോ വായനയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അവിടെ അങ്ങനത്തെ ആൻസർ എഴുതാൻ സാധിക്കും എന്നൊരു ഐഡിയ കൂടെ നിങ്ങൾക്ക് ഒരു ക്യൂ കൂടെ ഇവിടെ നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടുന്നതാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു ക്യൂ വരാൻ വേണ്ടിയിട്ട് 2-3 തവണയെങ്കിലും മാക്സിമം ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. 3 മിനിമം വായിക്കണം. എന്നിട്ട് മാത്രമേ ആൻസർ എഴുതാൻ തുടങ്ങരുത്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്. എല്ലാ കുട്ടികളും പറയുന്നതാണ്, എക്സാം എഴുതിയതിന് ശേഷം ഞാൻ തെറ്റിച്ചു, എനിക്ക് മിസ്സായി എന്നൊരു പരാതി നിങ്ങളിനി പറയരുത്. റെഡി വെച്ചോ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, യൂസ് കൂൾ ഓഫ് ടൈം എഫിഷ്യൻലി ബിഫോർ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കൂൾ ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, മനസ്സ് വളരെ കൂളാക്കി വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചത്, അവിടെ ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എന്തൊക്കെയാണ് എനിക്ക് അറിയുന്നത് അത് നല്ല രീതിയിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് കൂൾ ഓഫ് ടൈം. അവിടെ നിങ്ങൾ ടൈം
ടൈം ബൗണ്ട് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് എനിക്ക് ടൈം എത്തുന്നില്ല, ഹിന്ദിയാണ് ഇംഗ്ലീഷൊക്കെയാണ് സാർ സമയം എത്തില്ല. ആ ഒരു സമയം എത്തുന്നില്ല എന്നൊരു പ്രശ്നം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. കൂൾ ഓഫ് ടൈം നിങ്ങൾ നല്ല രീതിയിലൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. എങ്ങനെയൊക്കെ ഏതൊക്കെ സമയം വെച്ച് എഴുതണം എന്ന് നിങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് വെച്ചുവാണെങ്കിൽ, കൂൾ ഓഫ് ടൈം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് സമയമില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. റെഡി അല്ലേ? ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള സാഹചര്യമാണ് ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ. എപ്പോഴും ലാംഗ്വേജ് സ്കില്ലാണ് ഏറ്റവും കൂടുതൽ. ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അറബിക് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിലും ലാംഗ്വേജ് സ്കില്ലുള്ള ഒരാളാണെങ്കിൽ അവൻ ഈ ലാംഗ്വേജിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കാണാം. അവനൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവനൊന്നും, അതാണ് ചിലവർക്കൊക്കെ അതുള്ളതുകൊണ്ടാണ് അവർ ചിലപ്പോൾ നല്ല നല്ല മാർക്കൊക്കെ വാങ്ങിപ്പോകുന്നത് ലാംഗ്വേജിന്റെ കേസിൽ. മേ ബി അവരൊന്നും പഠിക്കുന്നില്ല, തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഒരു വൺ ഷോട്ട് ക്ലാസ്സിൽ കണ്ടു പോകുന്നവനായിരിക്കും. പക്ഷേ അവൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു മാർക്ക് അവനുണ്ടാവും. അതിനുള്ള കാരണമാണ് അവന് ലാംഗ്വേജ് സ്കിൽ ഉള്ളതുകൊണ്ടാണ്. സോ ലാംഗ്വേജ് സ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം നിങ്ങൾ നോക്കണം. എപ്പോഴും ഞാൻ പറയുന്നതാണ് റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ് തന്നെയാണ് ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം. സോ എപ്പോഴും ഞാൻ പറയുന്നത് ഇനി നമുക്ക് എന്തായാലും ക്രിസ്മസ് എക്സാമിന് സമയമില്ല. കൊല്ലപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. റീഡ് ചെയ്യുക, മാക്സിമം റീഡ് ചെയ്യുക, അതൊക്കെ എഴുതി പോർക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതുപോലെ എഴുതുക, പകർത്തുക, ഇങ്ങനെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. സോ ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റ്. വളരെ ഈസിയാണ്. ഹൗ എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം സാർ? എനിക്ക് എഴുതാനും നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് എനിക്ക് ആ ഗ്രാമർ എഫിഷ്യൻ്റ്ലി കിട്ടുന്നില്ല. അതുപോലെ സ്പോക്കണിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഗ്രാമർ എഫിഷ്യൻ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എഡ്യൂപോർട്ടിൽ ഞാൻ ഹിന്ദി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹിന്ദി റെവല്യൂഷൻ സെഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്മളെടുത്ത് വെരി ബേസിക് ടു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്ന ഹിന്ദി റെവല്യൂഷൻ സെഷൻസ് ആപ്പിൽ അവിടെ അവൈലബിൾ ആണ്. സോ ഹിന്ദി റെവല്യൂഷൻ സെഷൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടി, ഹിന്ദി റെവല്യൂഷൻ സെഷൻ എന്ന് പറയുന്നത് തന്നെ 22 സെഷൻ നടക്കുന്ന ഹിന്ദി റെവല്യൂഷനിൽ ഹിന്ദിയിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എഡ്യൂപോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഹിന്ദിയിൽ നിങ്ങൾക്ക് എഴുതാൻ വായിക്കാൻ ഒന്നും അറിയാത്തവർ പോലും, അതായത് ഇന്റർമീഡിയറ്റ് ആണ്, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അവിടുന്ന് അഡ്വാൻസിലേക്ക് എത്തിക്കാനുള്ള കംപ്ലീറ്റ് സെഷൻ അവൈലബിൾ ആണ്. എന്താണ് നൗൺ, എന്താണ് സച്ച്, എല്ലാം സെന്റൻസ് ഫ്രെയിമിംഗിൽ എത്രമാത്രം അക്യുറേറ്റ് ആയിട്ട് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതാണ് ഹിന്ദി റെവല്യൂഷൻ സെഷൻസ്. ഇത് ആപ്പിൽ നമ്മുടെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ ജിമ്മൻ സാർ എഡ്യൂപോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നമ്പർ ക്ലാസ് ഇട്ടാൽ മാത്രം മതി. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. റെഡി ബച്ചോ? ക്ലിയർ? സോ എനിക്ക് ഇനി പറയാനുള്ളത് तो हो गया, सिर्फ यही है. तो गुड लक बच्चों, अच्छे तरह से अपने एग्जाम्स की तैयारी करो. നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിന് തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. സോ अच्छे से पढ़ लो. तो बच्चों താങ്ക് യു, ധന്യവാദ്. ആപ്കോ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ 7 ട്രിക്സിലൂടെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഹിന്ദിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹിന്ദിയിലെ നിങ്ങളുടെ മാർക്ക് എന്തായാലും ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇടുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഫീഡ്ബാക്ക് ആയിട്ട് താഴെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യം ഇന്ന് നടക്കുന്ന ലൈവിൽ എല്ലാവരും പങ്കെടുക്കണം. സോ ബച്ചോ മിൽത്തെ ഹെ ലൈവ് കെ അന്തർ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം, നല്ലൊരു മാർക്ക് വാങ്ങാം. കൊല്ല പരീക്ഷയ്ക്കും A+ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ബച്ചോ മിൽത്തെ ഹെ അഗ്ലി വീഡിയോ മേ. തബ് തक के लिए धन्यवाद. थैंक यू. जय हिंद.